Good morning. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? The table shows household of an area sorted according to consumption of electricity. First question, consumption of which house is taken as median? ഒന്നുമില്ല, നമ്മുടെ മീഡിയൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. What is the consumption of 20th household? 20th എത്രയാണെന്ന് കണ്ടുപിടിക്കുക. What is the median consumption? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യണേ, എന്നാൽ നിങ്ങൾക്ക് ഈസിയാണ്. കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, അറിയാതെ തന്നെ ഇത് വന്നോളൂ. ഇവിടെ നോക്കിയേ, കൺസംഷൻ തന്നിട്ടുണ്ട് 100 to 124 ആണ്, യൂണിറ്റ്സ് ആണ്. ഇത്ര യൂണിറ്റ്സ് 4 ഹൗസ്. 120 to 148, 140 to 167, 160 to 180, 10, 180 to 206, 200 to 224 and 220 to 246. നമ്മൾ എങ്ങനെ എഴുതുന്നത്? ലെസ് ദാൻ 120, 140 അങ്ങനെ എഴുതുമല്ലോ, നിങ്ങൾക്ക് അറിയാം എഴുതാൻ. അപ്പോൾ നിങ്ങൾ ഈ ഭാഗം നിങ്ങളുടെ പേപ്പറിൽ ആൻസർ ഷീറ്റിൽ ഇത് വരച്ച് ഇത് എഴുതി ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലല്ല ഇത് വരയ്ക്കേണ്ടത്, ഈ ഭാഗം ഇത്രയേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ തൊട്ട് ആൻസർ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യത്തെ എഴുതാം. 100 to 120 എത്ര വരും? 4. ഓക്കെ, അടുത്ത ലെസ് ദാൻ 140 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും ആഡ് ചെയ്യും അല്ലേ? ഇട്ടെന്നാലും 12. അടുത്തതിൻ്റെ കൂടെ 7 കൂടെ കൂട്ടും 19, അതിൻ്റെ കൂടെ 10 കൂടെ കൂട്ടും 29, അതിൻ്റെ കൂടെ 6 കൂടെ കൂട്ടും 35, അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടും 39, അതിൻ്റെ കൂടെ 6 കൂടെ കൂട്ടും 45. ആഡ് ചെയ്തങ്ങ് ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ ഈ ഭാഗം തൂക്കാം അല്ലേ? നമുക്ക് പ്രോബ്ലം ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ ഇത്രയും മാറ്റട്ടെ. ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസംഷൻ ഓഫ് വിച്ച് ഹൗസ് ഹോൾഡ് ഈസ് ടേക്കൺ ആസ് മീഡിയം. അപ്പോൾ മീഡിയൻ എത്രാമത്തെ ഹൗസ് ഹോൾഡാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ ഇസ് ഈക്വൽ ടു 45 അല്ലേ ടോട്ടൽ, നമുക്ക് കിട്ടും ടോട്ടൽ. ഇനി മീഡിയൻ ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് അറിയപ്പം n+1/2. n is 45 plus 1/2 is equal to 46/2. എത്രയാണ്? 23. 46നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 23. അത് നിങ്ങൾക്ക് അറിയില്ലേ, സിമ്പിളായിട്ടുള്ളതാണ്. ഇനി അപ്പോൾ 23 ഇപ്പോൾ എവിടെ വരുന്നതെന്ന് നോക്കിയാൽ, നമ്മുടെ ഏത് ഭാഗത്തായിട്ടാണ് 23 വരുന്നത്? ഇവിടെ ആയിരിക്കും. 19ഉം 29 ഇടയ്ക്കല്ലേ 23 വരുന്നത്. അപ്പോൾ അതിൻ്റെ കൺസംഷൻ യൂണിറ്റ് ഏതൊക്കെയാണ്? 160 to 180. മനസ്സിലായില്ലേ? ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ബാക്കി ചെയ്തു തുടങ്ങുവാണ്. നമ്മൾ എന്താ എഴുതുന്നത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? അപ്പം 23rd നമ്മുടെ മീഡിയം കിടക്കുന്നത്. 23rd ഈസ് ബിറ്റ്വീൻ ഏതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്? 23rd ഹൗസ് ഹോൾഡ് ഈസ് ബിറ്റ്വീൻ ഏതിൻ്റെ ഇടയ്ക്കൊക്കെയാണ്? 160 to 180 ഇടയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 160 to 180 ആണ്. ക്ലാസ് പ്രത്യേകം എടുത്ത് ചോദിക്കുവാണെങ്കിൽ അതുപോലെ എടുത്തെഴുതണം. ഇനി നമ്മൾ ബാക്കി ചെയ്യാൻ പോവാണ്. ആദ്യം എന്താണ്? ഡിഫറൻസ് ഇൻ കൺസംഷൻ. അതിനടുത്ത സ്റ്റെപ്പ് ഡിഫറൻസ് ഇൻ കൺസംഷൻ. കൺസംഷൻ ഏതിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ്? ഇതിൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നതെന്ന് പറഞ്ഞേ, 180 to 160. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 to 160 ചെയ്താൽ മതി. ആൻസർ എത്രയാണ്? 20. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഈ സൈഡ് ചെയ്യുക, അതിൻ്റെ തന്നെ ഡിഫറൻസ് ഇപ്പുറത്ത് കാണുക. ഏതാണ്? നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. എളുപ്പമല്ലേ മക്കളെ? ഇത് ഒന്നുമില്ല, ഈ സൈഡ് ചെയ്യുക, അതിനടുത്ത സൈഡ് ചെയ്യുക. അത് ഓർക്കണം, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നിങ്ങൾ മറക്കില്ല. എന്ത് ചെയ്യണം? 29 അല്ലേ? 180യുടെ 29, മറ്റേത് 90. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 10 ആണോ? ഇനി നമ്മൾ നമ്മുടെ കോമൺ ഡിഫറൻസ് d is equal to 20 divided by 10. ആൻസർ ഈസ് 2. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി 2. ഇത്ര വരെയല്ലേ? അതൊരു സ്റ്റെപ്പ്. മനസ്സിലായോ? ആദ്യം നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നു, പിന്നെ നമ്മൾ മീഡിയം കണ്ടുപിടിക്കുന്നു, n+1/2 ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ നിങ്ങൾക്ക് തെറ്റത്തില്ല. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ നമ്മൾ അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്ന ഇതിൻ്റെ ഇടയ്ക്കാകുമ്പോൾ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന 90ൻ്റെ തൊട്ട് വരുന്ന സംഖ്യ 20th ആണ്. അവർ ഓൾറെഡി ഇത് ചോദിച്ചിട്ടുണ്ട് 20th. അപ്പം നമ്മുടെ ബി പാർട്ടാണ്. 20th എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 20 കൺസംഷൻ ഓഫ് ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത് പ്രോബ്ലം ചെയ്ത് പറഞ്ഞെങ്കിൽ നമുക്ക് എത്രയായിരുന്നു നമ്മുടെ ഇത് കിട്ടിയത്? മീഡിയം എത്രയായിരുന്നു കിട്ടിയത്?
അയ്യോ ഞാൻ മറന്നുപോയി, മീഡിയം കിട്ടിയത് 23 ആയിരുന്നു. അപ്പോൾ 23 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 20 കണ്ടുപിടിച്ചാലും നമുക്ക് 23 കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവരിവിടെ ചോദിച്ചത് കൊണ്ട് നേരിട്ട് അങ്ങ് ചെയ്യാം. കൺസംഷൻ ഓഫ് 20th ഹൗസ് ഹോൾഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഓക്കെ, അപ്പം 19 എവിടെ കിടക്കുന്നത്? 160 പ്ലസ്, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 160യോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 2. അപ്പൊ എത്ര? 160 പ്ലസ് 2 162/2. മനസ്സിലായോ? നമ്മൾ എടുക്കുന്നത് 20 ആണ്. അപ്പൊ 19 കിടക്കുന്നത് നോക്കുക, അതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടെ കൂട്ടി അത് രണ്ടും കൂടെ അതിന്റെ ആവറേജ് ആണ് കാണുന്നത്. അപ്പം 322/2 ആണ്. അപ്പൊ ആൻസർ 161. അപ്പൊ എത്രയായിരിക്കും? 20th കൺസംഷന്റെ എത്രയായിരിക്കും? 161 യൂണിറ്റ് ആയിരിക്കും. അത് കിട്ടിയല്ലോ, 161 യൂണിറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? അപ്പൊ ഇനി നമ്മുടെ സി പാർട്ട് ചെയ്യുവാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൺസംഷൻ ഓഫ് നമ്മുടെ മീഡിയൻ. മീഡിയൻ എത്രയാണ്? കൺസംഷൻ ഓഫ് 23rd ഹൗസ് ഹോൾഡ്, അതാണ് നമ്മുടെ മീഡിയൻ. ഹൗസ് ഹോൾഡ് ഇസ് ഈക്വൽ ടു എന്നാ ചെയ്യണമെന്നാ പറഞ്ഞേ? 20th പ്ലസ്, ഇനി നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെയുള്ളതാണ്? നമ്മുടെ 20 കിട്ടിയിട്ടുണ്ട്, 23rd കണ്ടുപിടിക്കേണ്ടത്. 20 തൊട്ട് 23rd വരെ എത്രയുണ്ട്? എത്ര ഡിഫറൻസ്? 20 23 വരെ 3. അപ്പം 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഈ ഭാഗം നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. എങ്ങനെയാ നമ്മുടെ ഈ മീഡിയന്റെ ഇത് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ ഇത് കണ്ടുപിടിച്ച അവിടെ തൊട്ട് അതിന്റെ കൂടെ അവിടെ തൊട്ട് എത്ര വരെ ഉണ്ട് നമ്മുടെ മീഡിയം വരെ, അതേ ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ 20th എത്രയാണ്? 161 പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 2 അല്ലേ? ഇസ് ഈക്വൽ ടു 161 പ്ലസ് 3 ഇൻറ്റു 2 6. അപ്പൊ എത്ര വരും? 167. അപ്പൊ മീഡിയൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 167 യൂണിറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എളുപ്പമായില്ലേ ചെയ്യാന്? നമ്മളിപ്പോ മൂന്നെണ്ണം ചെയ്തു, പ്രോബ്ലം 3 എണ്ണം ചെയ്തു. ഓരോ പ്രാവശ്യം ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എളുപ്പമാകുന്നില്ലേ? ആകും. ഇപ്പൊ ഒരു 4-5 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാമിന് നേരിട്ട് പോയി ഈ ചാപ്റ്റർ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് പോയി നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ പഠിച്ചിരിക്കും കേട്ടോ മക്കളെ. ഓക്കെ, എല്ലാം ചെയ്ത് നോക്കണേ. താങ്ക് യു.